പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് ഒരു കഥ കേൾക്കൂ. അമ്മിഞ്ഞ പാലിൻ്റെ മധുരം. നഗരത്തിൽ ജനിച്ചു വളർന്ന ലൗലിക്ക് സൗന്ദര്യം കാത്തുസൂക്ഷിക്കുകയാണ് ഏറ്റവും വലിയ വ്രതം. അവൾക്ക് പ്രസവിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ അവൾ എങ്ങനെയോ പ്രസവത്തിന് സമ്മതിച്ചു. പക്ഷേ കുഞ്ഞിനെ പ്രസവിക്കുന്നതൊക്കെ കൊള്ളാം, മുലയൂട്ടാനൊന്നും എന്നോട് പറയരുത്. അവൾ വാശി പിടിച്ചു. അവളുടെ അമ്മ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വാശി പിടിച്ചിരുന്നെങ്കിൽ മോൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ, ശരിയല്ലേ? കുഞ്ഞിന് വേണ്ട പോഷകങ്ങൾ അമ്മയുടെ മുലപ്പാലിൽ നിന്നാണ് ലഭിക്കുക. എങ്കിൽ ഞാൻ രാവിലെയും വൈകുന്നേരവും മുലയൂട്ടാം. ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് വരാനൊന്നും പറ്റില്ല, വലിയ തിരക്കാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അവൾ വാശി പിടിച്ചു. അമ്മ ഓഫീസ് മേധാവിയോട് വിവരം പറഞ്ഞപ്പോൾ നല്ലവളായ അവർ പറഞ്ഞു, ലവ്ലി, ഉച്ചയ്ക്ക് വീട്ടിൽ പോയി വന്നോളൂ. കുഞ്ഞിൻ്റെ കാര്യം നോക്കിയിട്ട് മതി ഓഫീസ് ജോലി. 6 മാസത്തേക്ക് അതിനുള്ള അനുവാദം തരാം. ലവ്ലി ഇതുവരെ ജോലിയിൽ വീഴ്ച വരുത്തിയിട്ടില്ലല്ലോ, ഇനിയും വീഴ്ച വരുത്തില്ല എന്ന് എനിക്കറിയാം. മടിയോടെയാണെങ്കിലും ലവ്ലി കുഞ്ഞിന് കൃത്യമായി മുലയൂട്ടി. കുറച്ച് ദിവസം കൊണ്ട് അത് അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. കുഞ്ഞിന് 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴും അവൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ മടിയില്ലായിരുന്നു. അവന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം അമ്മയോടാണ്. അമ്മയെ കാണുമ്പോഴുള്ള സ്നേഹം മറ്റൊരാളോടുമില്ല. ലവ്ലി അമ്മയോടും ഓഫീസിലെ മാഡത്തിനോടും നന്ദിയോടെ പറഞ്ഞു, നിങ്ങൾ നിർബന്ധിച്ച് മുലയൂട്ടാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചെയ്ത വലിയ ചതിയാവുമായിരുന്നു അത്. ഇപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഞാനത് തിരിച്ചറിയുന്നു. അവൻ എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ എല്ലാ അമ്മമാരോടും പറയും, നിങ്ങൾ കുഞ്ഞിന് പരമാവധി മുലയൂട്ടണം. ജോലിക്ക് പോകുന്നവർക്ക് മുലപ്പാൽ സംഭരിച്ചു വച്ച് കുഞ്ഞിന് കൊടുക്കാനുള്ള സൗകര്യമുണ്ടല്ലോ, അതും എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ലവ്ലിയുടെ വാക്കുകൾ കേട്ട് അമ്മ സ്നേഹത്തോടെ അവളെ നോക്കി ചിരിച്ചു. കുഞ്ഞുവാവയും എന്തോ മനസ്സിലാക്കിയ പോലെ ചിരിച്ചു. മുലയൂട്ടലിൻ്റെയും മാതൃസ്നേഹത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ പോലെ.